ഹൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നേരിട്ട് പറയാൻ പോകുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതെല്ലാം കാര്യമാക്കി എടുക്കാതെ നമ്മളിപ്പോൾ ഒരുപാട് പച്ചക്കറികളും ഇപ്പോൾ ഈ വർഷകാലത്ത് ഇപ്പോൾ നമുക്കിപ്പോൾ എന്തെല്ലാം നടാനുള്ളതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. എന്തെല്ലാം എന്താ വെച്ചാൽ ഇപ്പോൾ ചേമ്പും ചേനയെല്ലാം നട്ടിട്ട് മണ്ണിട്ട സമയമായിപ്പോയി. അതിന് ഇപ്പോൾ എനിക്കെല്ലാവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അസുഖമായതുകൊണ്ട് ഇപ്പോൾ എല്ലാം കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടും വിഷമങ്ങളുണ്ട്. ഞാൻ പച്ചക്കറി നട്ടിടത്തൊക്കെ നോക്കാൻ പോരേ പോകാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ എങ്ങനെയും കുറച്ച് ദിവസം കൂടി കാക്കാണ്ട് ഇപ്പോൾ രക്ഷയില്ല എനിക്ക്. അവിടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സാധിച്ചുകൊണ്ട് നമുക്ക് കാണാൻ നോക്കാമെന്നുള്ള ഒറ്റ വിചാരം എനിക്കുള്ളൂ. പിന്നെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു കൃഷിയാണ് പൈനാപ്പിൾ കൃഷി. ഞങ്ങൾക്ക് പൈനാപ്പിൾ കൃഷി ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും ലാഭകരമായ കൃഷിയാണ് പൈനാപ്പിൾ കൃഷി. പക്ഷേ അതിന് പന്നി ഉണ്ടാവും. ഒരു പന്നിയില്ലാത്ത സ്ഥലത്ത് നമ്മൾ മുള്ളുവേലിയിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ പൈനാപ്പിൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചിലവും ഇല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ കാക്ക വരും കുത്തും. കാക്കയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വല പോലെ ഇട്ട് കൊടുത്താൽ മതി. വല ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒന്നാം നമ്പർ കരിച്ചക്ക പൈനാപ്പിൾ കൃഷി ചെയ്യാൻ കഴിയും. നല്ല ലാഭം കൊടുത്താൽ ഇപ്പോൾ ഒരു കരിച്ചക്ക നമ്മളൊന്ന് പൈനാപ്പിൾ ഒന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് 100 റുപ്യ 150 റുപ്യയെല്ലാം 150 റുപ്യ 200 റുപ്യ എല്ലാം ഒരു കരിച്ചക്ക നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല. ഇപ്പോൾ അപ്പം നമുക്കിപ്പോൾ ഒരു ചക്കക്ക 50 തന്നെ കിട്ടിയാൽ നമുക്കിപ്പോൾ ഒരുപാട് അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് നട്ട് കഴിഞ്ഞാൽ വെച്ചാൽ ഒന്നും വെറുതെ കുറച്ച് ദൂരം നട്ടിടെ കൊടുത്ത് നമ്മൾ പറമ്പക്ക് നടുക്ക് നടണ്ട 4 അരുവിലും നമ്മൾ പിന്നെ നട്ട് കഴിഞ്ഞാൽ നമുക്കൊരു വേലി പോലെ ആവുകയും ചെയ്തു. അടിങ്ങനെ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പിന്നെ സംരക്ഷണ വലയം പോലെ ആവുകയും ചെയ്യും. എന്ന് വെച്ചാൽ മുള്ള് എല്ലായതുകൊണ്ട് ആർക്കും ഇങ്ങോട്ട് കയറി വരാനുള്ള ഇതുണ്ടാവില്ല. പിന്നെയും കളയുന്നുണ്ടെങ്കിൽ പന്നി മാത്രമേ കളയുള്ളൂ. മുള്ളിൽ ബാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വേലി സംരക്ഷണം പോലെ ഉണ്ടാവുകയും ചെയ്യും. അത്ര നല്ലൊരു ഇതാണ്. ഇപ്പം നട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ല ബ്ലാത്തി കരിച്ചക്ക കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇഷ്ടംപോലെ നല്ല വളരുകയും നല്ലോണം നല്ല ചോലപ്പാടുള്ള സ്ഥലമാണ്. നട്ട് കഴിഞ്ഞിട്ടല്ല പെട്ടെന്ന് ഒരു 6 മാസം കൊണ്ട് തന്നെ നമുക്ക് ചക്ക വിരിഞ്ഞ് നമുക്ക് ചക്ക ഉണ്ടായിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. അത് മഴ പെയ്യുന്നിടത്ത് തന്നെ ചക്ക ഉണ്ടായിട്ട് നമുക്ക് പറിച്ച് കൊടുക്കാനുള്ള ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല വരുമാനം കിട്ടും. ഒരു പ്രാവശ്യം തന്നെ ഒരു ഇപ്പം നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അണ്ട കൂട്ടിയിട്ട് 3-4 കണ്ടയായിട്ട് വലിയ വീതിയുള്ള കൊണ്ടകളായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ട് നിൽക്കും. ഇഷ്ടംപോലെ ആ ഈ ചക്കേൻ്റെ സൈഡ് കൂട്ടിയെ കൂടിയാണ് ഈ ചക്ക വളരുന്നത്. അതിൻ്റെ സൈഡ് കൂട്ടിയാണ് വിത്തുകൾ ഇങ്ങനെ മുളച്ച് വരും, വിത്തുകളുണ്ടാവുക. അതെല്ലാം അതേപോലെ എടുത്തിട്ട് നമ്മൾ പൊട്ടിച്ചിട്ട് ഓരോ സ്ഥലത്തും ഇങ്ങനെ ഊന്നി കൊടുക്കുകയുണ്ട്. വലിയൊരു പണിയും പരിചരണമൊന്നും വേണ്ട. ഈ കരിച്ചക്കക്ക് വെള്ളം നനക്കണ്ട, ഒന്നും വേണ്ട. നമ്മളിപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നട്ട് കൊടുക്കുക. കുറച്ച് വളങ്ങൾ എല്ലാം ഇട്ട് മഴയുള്ള സമയത്ത് കുറച്ച് വളങ്ങളെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചെറിയൊരു മണ്ണ് നമ്മൾ ആക്കി തുടച്ച് കയറ്റി കൊടുത്താൽ മതി. വേറെ ഒരു പണി നമ്മൾ എടുക്കണ്ട. അവിടെ നട്ട് കൊടുത്താൽ പിന്നെ കൊല്ലത്താലും അതിൻ്റെ മേലെ ഇഷ്ടംപോലെ ഉണ്ടായിക്കൊണ്ട് നിന്നോളും. നമ്മളത് കൂട്ടാക്കാതെ കൊണ്ടാണ് നമുക്കത് വേണമെന്ന് നമ്മളിത് കൂട്ടാക്കാതെ കൊണ്ടാണ് നമുക്കതിനെ പറ്റിയിട്ട് മനസ്സിലാവാത്തത്. പക്ഷെ ആരും അതിനെപ്പറ്റി മനസ്സിലാക്കാൻ കരിച്ചൊക്കെ ഉണ്ടായിരുന്ന ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് നല്ല കരിച്ചക്ക ജ്യൂസ് വേണ്ടി കഴിക്കുക. നമ്മളിപ്പോൾ അത് പറിച്ച് കൊടുത്താൽ തന്നെ നല്ല വില കിട്ടും, ഒരുപാട് വില കിട്ടുമ്പോൾ ഒരു വണ്ണമുള്ള ഒരു കരിച്ചക്ക ഉണ്ടെങ്കിൽ 2 കിലോ 3 കിലോ തന്നെ ഉണ്ടാവും. അത്രയും നല്ല കരിച്ചക്ക ഉണ്ട്. അന്നേരം ആ സമയത്ത് അതിനത്രയും 100 റുപ്യയിലും കരിച്ചക്ക കിലോനുണ്ടെന്നാലും 100 റുപ്യയിലുണ്ടെങ്കിൽ നമുക്ക് 10, 200, 300 റുപ്യ തന്നെ കിട്ടും ഒരു കരിച്ചക്ക. അതിപ്പോൾ നമ്മളിപ്പം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 100 തൈ ഉണ്ടെങ്കിൽ 100 തൈക്ക് 300, 400 എല്ലാം ഉണ്ടാവും. 100 തൈക്ക് ചില തൈ മുളച്ച് എങ്ങനെ ഒന്ന് തൈ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലെ കൂടി മുളച്ചിട്ട് ആദ്യം അങ്ങോട്ടേക്കും ഇങ്ങോട്ടും പോകും. അങ്ങനെ 3, 4 ഇങ്ങനെ എട്ടിയായിട്ട് അങ്ങനെ പോകും. അന്നേരം അതിൻ്റെ അകത്ത് നല്ല നമുക്ക് കരിച്ചക്ക കിട്ടും. അതുകൊണ്ട് ഇഷ്ടംപോലെ പിന്നെ നമ്മൾ ഒരിക്കൽ നടണ്ടു, പിന്നെ ഒന്നും നമ്മൾ നടണ്ട. പിന്നെ ഇഷ്ടംപോലെ വരുമാനം വരുവാന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലെ പിന്നെ ഈ കളകളിലൂടെ നമ്മൾ പറിച്ച് വയക്കി കളയുന്നതൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഈ പിന്നെ മുള്ള് കാക്ക കൊത്തി തിന്നുന്നതിന് പക്ഷികളെല്ലാം കൊത്തുന്നതിന് മാത്രം അതിന് നമ്മളൊരു വേലി പോലെ ഇട്ട് കൊടുത്താൽ അവിടെ മുകളിലേക്കൂടി വേലി ഇട്ടും പോലെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നല്ല സുഖമായിട്ട് ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പൊതിഞ്ഞു കൊടുത്താൽ മതി. വേലിയെ കൂടി ഇങ്ങനെ വിരിച്ചിട്ട് പൊതിഞ്ഞു കൊടുത്താൽ മതി. എന്നാൽ നല്ല ശരിക്കും അത് അവിടെ നിൽക്കും. അങ്ങനെ നമ്മൾ പൈനാപ്പിൾ കൃഷിയാകുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് നല്ലൊരു അനുഭവം നമുക്ക് കിട്ടും. നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് കഴിക്കാനും കിട്ടും. നല്ലൊരു വിറ്റാമിൻ്റെ സാധനം തന്നെയാണ് നമുക്ക്. പിന്നെ ഈ പൈനാപ്പിൾ കൊണ്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം, ജാം ഉണ്ടാക്കാം, എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റുമെന്നറിയാം. അച്ചാറുണ്ടാക്കിയിട്ട് നമ്മൾ കരിച്ചക്ക പൊട്ടിച്ചിട്ട് അച്ചാറുണ്ടാക്കി മുറിച്ചിട്ട് അച്ചാറുണ്ടാക്കിയിട്ട് നമ്മളത് വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് നല്ല രുചിയോടെ കൂട്ടാൻ കഴിയും. അത് നമ്മൾ കണ്ടീഷനെ ആക്കാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ നമുക്ക് ജാം ഉണ്ടാക്കാം. കരിച്ചക്കേൻ്റെ അന്ന് കരിച്ചക്ക ജാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം റൊട്ടിക്കും അതിനെല്ലാം ഈ കുട്ടികൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് ഈ കരിച്ചക്ക ജാം.
അതും നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ളത് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിൻ്റെ രുചിയോടെ എല്ലാ സാധനങ്ങളും തിന്നാനും പറ്റും. നമുക്ക് തന്നെ നല്ല നല്ല സാധനങ്ങൾ അല്ല വിഷമില്ലാത്ത സാധനം നമ്മളാവുമ്പോൾ പിന്നെ ഇംഗ്ലീഷ് വളവോ ഒന്നും ഇടണ്ട. നമ്മളെ പറമ്പത്തിടുന്ന വളത്തിന് നമ്മൾ ഈ കരിച്ചക്കൊക്കെ ഒരു വളവും നമ്മൾ കൊടുക്കണ്ട. വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയതായി പോകും, പൊന്താതത്തിലെത്തും, അത്രയും വലുതായി പോകും. അങ്ങനെയാണ് ഈ കരിച്ചക്ക. നമ്മളിപ്പോൾ ഒരു സംരക്ഷണം കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മൾ കൈത പൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അതിനെ കാക്ക കൊത്താതെയുണ്ട് നമ്മളിങ്ങനെ കാക്കേനെ കൊത്താതിന് നമ്മൾ ചെറിയൊരു പ്ലാസ്റ്റിക് സഞ്ചി എടുത്തിട്ട് അവിടെ പൊതിഞ്ഞ് കെട്ടിക്കൊടുത്താൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യേണ്ട. ബാക്കി എല്ലാവരും എൻ്റെ തന്നെത്താൻ ഉണ്ടായിക്കോളും. അവർക്ക് അങ്ങനെ ഒരു സംരക്ഷണവും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതന്നെ ലേശം ഈ പൊരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ പൊരിഞ്ഞാലും ഉണങ്ങില്ല, ഒരിക്കലും ഉണങ്ങും കൂടില്ല, അത്രയും ഉണ്ടാവും. എങ്ങനെ പോയാലും ഒരു തണ്ടുമ്പോൾ പോയാലും അവർ വെറുതെ പൊരിച്ചാടിയിട്ടെടുത്തും ഉണ്ടാവും. നമ്മളൊന്നും വേണ്ട, ഇട്ട് പൊരിച്ച് ചാടിയിരുന്നാലും അത് കളയാൻ കഴിയില്ല. പിന്നെയെന്ന് വെച്ചാൽ പശുക്കളുള്ള സമയത്താണ് നമുക്ക് പശുക്കൾക്ക് കൊടുക്കാൻ നല്ലതാണ് ഈ കൈതേൻ്റെ തണ്ട് കൊത്തിക്കൊണ്ടുവന്നിട്ട് പശുക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പശുക്കൾക്ക് നല്ല ഭക്ഷണമാണത്. ആ പശുക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പാലും ഉണ്ടാവും നല്ലോണം. ഞാനെല്ലാം വേനൽക്കാലം വേണ്ടിയിട്ട് കൈതച്ചക്ക ഇനി എൻ്റെ ആടയിൽ ഇഷ്ടംപോലെ ഉണ്ടാകും. ഞാനത് കളയാണ്ട് വെക്കും. കളയാണ്ട് വെച്ച് കഴിഞ്ഞാൽ തികച്ചു അരിഞ്ഞിട്ട് നമ്മൾ കരിച്ചക്കൻ്റെ തണ്ട് തേച്ച് ഒരു കരിച്ചക്ക 2 കരിച്ചക്ക അരിഞ്ഞാൽ നമുക്കൊരു വാരിൽ കിട്ടും. ഒരു പശുവിന് കൊടുക്കാൻ മാത്രം ഉണ്ടാവും, ഇഷ്ടംപോലെ തിന്നാൻ മാത്രം ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ പശുക്കളെ പോലെ വളർത്തൽ അതിനെ കൊണ്ടാണ്. അപ്പോൾ അത്രയും നല്ലൊരു പിന്നെ സാധനമാണ് കരിച്ചക്ക. നമുക്കിപ്പോൾ അതിൻ്റെ തണ്ട് നമുക്ക് കളയാനുണ്ടാവില്ല, ഒന്നും കളയാനുണ്ടാവില്ല. എല്ലാം നമുക്ക് തിന്നാനുള്ളതും. അതിൻ്റെ തല നമുക്ക് ആദ്യം വിത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് തല പൊട്ടിച്ചിട്ട് വെച്ചാൽ തലയായി. തല പൊട്ടിച്ച് വെക്കുന്നത് നല്ലത്, തല മാത്രം പൊട്ടിച്ച് വെച്ചാൽ തന്നെ നല്ലത്. അതിൻ്റെ സൈഡിലുണ്ടാവും ഇഷ്ടംപോലെ കമ്പുകൾ, അത് അടക്കിയിട്ട് അതും കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇതായും. പിന്നെ ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് കാടായിട്ട് മുടി അത്രയൊക്കെ കാടായിട്ട് നമ്മൾ ഒരു പശുവിനെ കുഴിച്ചിട്ട് ആ ഒരു പശുവിൻ്റെ അകത്ത് ഒരു 2 പൊരിച്ചിട്ട് ടാർസിൽ ഇട്ട് കൊടുത്താൽ മതി. അത് ഇട്ട് കൊടുത്താൽ അത് അവർക്ക് തിന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല വിശപ്പും കൂടും, നല്ല പാലും ഉണ്ടാകും. അങ്ങനത്തെ ഒരു സാധനമാണ് ഈ കരിച്ചക്ക എന്ന് പറയുന്നത്. ഞാൻ എത്രയോ വിവാഹത്തിലുള്ള വൈരിക്കാലം 10 കാട് കരിച്ചക്കയിൽ ഞാൻ അടി അരിഞ്ഞോന്ന് വെച്ചാൽ പിന്നെ മൂത്ത തണ്ട് വരെ അരിഞ്ഞു കഴിഞ്ഞാലെന്ന് വെച്ചാൽ പിറ്റേക്കൊക്കെ നല്ലോണം തീർത്തിട്ട് കരിച്ചക്ക ഉണ്ടാവും. അതിൻ്റെ ഇലയെല്ലാം ഈ ഉണങ്ങിയ മൂത്തതെല്ലാം ഇല പോയി പോകുമ്പോൾ നല്ല കരിച്ചക്ക ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. അത് പിന്നെ അതുകൊണ്ട് നിങ്ങളെല്ലാവരും പഠിച്ചൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളൊന്നുമില്ലെങ്കിൽ ഒരു 10 കരിച്ചക്കെങ്കിലും വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാവും. 10 മതി, വെറും 10 തൈ മാത്രം. ആ തൈക്ക് നിങ്ങളെന്താ വേണമെന്ന് വെച്ചാൽ ഒന്നും വേണ്ട, എവിടെയും പോണ്ട. നിങ്ങളിപ്പോൾ ടൗണിൽ പോയിട്ട് നമ്മളിപ്പോൾ കരിച്ചക്ക മേടിക്കാൻ പോകുമ്പോൾ അതിൻ്റെ മേലെ തന്നെ ഉണ്ടാവും തൈ. ആ കരിച്ചക്കൻ്റെ മേലെ തന്നെ ഉണ്ട്. അത് പൊട്ടിച്ച് അതുകൊണ്ട് നമ്മൾ 10 സ്ഥലത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 6 മാസം കഴിയുമ്പോഴേക്ക് എന്താ ഉണ്ടാകുന്നുള്ളത് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് ശരിയാണെന്നോ തെറ്റാണെന്ന്. ഒന്നും വേണ്ട, അതിൻ്റെ മേലെ കുറച്ച് മണ്ണും കറ്റി കുറച്ച് ദൂരം നട്ട് കൊടുത്താൽ മതി മാത്രം. നല്ല അടിപൊളി ചക്കയും വരും, നല്ല അടിപൊളി പിന്നെ എല്ലാം ചപ്പും താളിയായിട്ട് നല്ല ശരിക്കും വരുന്ന വരും. ഇത് നിങ്ങൾ എന്തായാലും പറ്റുമ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പം പിന്നെ എനിക്ക് വേറെ പറയാനുള്ളത് വെച്ചാൽ പിന്നെ നിങ്ങളെല്ലാവരും എല്ലാ കാര്യവും ചെയ്ത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി. പിന്നെ കുറേ ഇലക്കറികൾ ഇലകൾ വെച്ചാൽ മുരിങ്ങ തണ്ട്. ഇപ്പം ഈ മുരിങ്ങ കൊമ്പെല്ലാം കൊത്തി കുഴിച്ചിട്ട സമയമാണ് ഇപ്പോൾ ഈ മുരിങ്ങ തണ്ട് കൂടെ കൊത്തി കുഴിച്ചിടുക. പിന്നെ ഈ ഇലച്ചീര എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ അടുക്കള ചീര എന്ന് പറയുന്നത് സാധനം കരിയേപ്പില പോലത്തെ ചീര. ആ ചീര കൊത്തി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയും രുചി, ഒരു ചെറിയൊരു മധുരമായിട്ടുള്ള നല്ലൊരു വറവാണ്. ആ വറവും നമുക്ക് സ്ഥിരമായിട്ട് ഉണ്ടാക്കി നല്ല വിറ്റാമിൻ്റെ സാധനമാണ്. മുരിങ്ങാച്ചപ്പ് നടുകടച്ചെല്ലാം നല്ലൊരു മരുന്നാണ്. അതിൻ്റെ മുരിങ്ങച്ചപ്പിൻ്റെ വെള്ളം ഇടിച്ച് പിന്നെ കുടിക്കാമെങ്കിലും നടുവേദന ഉണ്ടാവില്ല എന്ന് പറയാം. അത്രയും നല്ല മരുന്നാണ്. മുരിങ്ങേൻ്റെ തോല് ചെത്തിയിട്ട് വെള്ളം വെച്ചിട്ട് അത് നമ്മളിപ്പോൾ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ല ഗുണമാണ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങളെന്താ വേണ്ടത് വെച്ചാൽ എല്ലാവരും നല്ലപോലെ അധ്വാനിച്ച് ജീവിക്കുന്നത് മാത്രമല്ല നമ്മൾ എന്തിനാണ് പണിയെടുത്തിട്ട് നമ്മളെല്ലാം പീടിയിൽ നിന്ന് വാങ്ങാനാക്കണ്ട. ഒരു 10 കരിച്ചക്കയും കൂടി നിങ്ങൾ നടുന്ന കൂട്ടത്തിൽ ഒരു 10 തൈ കൂടി നിങ്ങൾ കരിച്ചക്കയും കൂടി ഈ പറമ്പ് നടുന്ന കൂട്ടത്തിൽ നിങ്ങൾ 10 നിങ്ങൾ വെച്ച് നോക്ക്. ഇങ്ങനെ നമുക്ക് എത്ര കിട്ടുന്നില്ല നോക്കും. 10 തൈമിൽ നിങ്ങൾക്ക് 10 ചക്ക ഒരു ആദ്യത്തെ കൊല്ലം കിട്ടിയാൽ പിറ്റത്തെ കൊല്ലം 30 ചക്ക കിട്ടും നിങ്ങൾക്ക് ആ ടൈമിൽ നിന്ന്. ആ 30 ചക്ക ഉണ്ടായാലും നിങ്ങൾക്ക് പിറ്റത്തെ കൊല്ലാകുമ്പോൾ 60 ചക്ക 90 ചക്ക കിട്ടും നിങ്ങൾക്ക് പിറ്റത്തെ കൊല്ലാകുമ്പോഴേക്ക്. അതാണ് അതിൻ്റെ അവസ്ഥ. അതുകൊണ്ട് എല്ലാവരും ചെയ്യുക, കരിച്ചക്ക കൃഷി എല്ലാവരും ചെയ്യുക. മുമ്പൊന്നും കൃഷി ചെയ്തിട്ടുണ്ടല്ലോ, ഇഷ്ടംപോലെ വരുമ്പത്ത് ഇങ്ങനെ ഈ പറമ്പിൻ്റെ ഈ ഇടയുടെ വക്കിന് തേച്ച് ഇങ്ങനെ വെച്ച് കുഴിച്ചിട്ട് വയ്യ. എന്നാലും എത്രയാണ് ഉണ്ടാവുക കരിച്ചക്ക പരിക്കലും കൂടിയില്ല. അത് വെറുതെ വേലിയായിട്ട് കെട്ടുന്നതാണത്. അന്ന് ഇപ്പം കരിച്ചക്ക പറിച്ചാലും മതിയല്ലോ. അന്നത്തെ ഒരു നാടൻ
കരിയാന്ന് നാടൻ കരിയാന്ന് വെച്ചാൽ ചൊറിയും അധികം ഇതുപോലെ മധുരമില്ലാണ്ട് പോല നാവെല്ലാം ബാക്കിയാവില്ല. പക്ഷേങ്കിൽ ഇപ്പോഴുള്ള കൈതച്ചക്കയെല്ലാം മുറിച്ച് തിന്നാൽ ഇങ്ങനെ നാവിലൊന്നും ചൊറിയുന്ന സൈസല്ല. ബ്ലാക്ക് കയ്യിൽ ഒന്ന് വെച്ച് കൊടുത്താൽ ഒരു തരത്തിലും മോശമായിട്ട് വരില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു 10 കൈതച്ചക്ക കൊണ്ടുപോയി നിങ്ങളെ പറമ്പത്ത് നടണം എന്ന് എനിക്ക് പറയാനുള്ളത്. ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇനി ചപ്പ് മുരിങ്ങ കൊമ്പ് കുറച്ച് മുരിങ്ങ ഒരു 2-3 കൊമ്പ് കൊത്തി പൊഴിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്കെല്ലാം തന്നെ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചപ്പ് പൊട്ടിക്കാൻ പറ്റും. ആ ചപ്പ് നിങ്ങൾക്ക് കറി വെക്കാം. പിന്നെ ഈ ചേമ്പിന് വേറെ വെള്ളച്ചേമ്പ് എന്നൊരു ചേമ്പുണ്ട്. ആ ചേമ്പ് ഉണ്ടായാൽ നമ്മളിപ്പോൾ അത് കറി വെക്കാൻ നമ്മളിപ്പോൾ അത് നട്ട് കഴിഞ്ഞാൽ അതിന് ഇഷ്ടംപോലെ നടാനൊന്നുമില്ല. അത് പറമ്പത്ത് ചാടുക കൊണ്ട് കണക്കാതെ ഇഷ്ടംപോലെ തണ്ടും അതിന് ചേമ്പ് എല്ലാം ഉണ്ടാവും. പക്ഷേ നമ്മൾ ചേമ്പ് ഒരു വെക്കലിലൂടെ അതിന് അത്ര പണിയെടുക്കുന്നില്ല. അതിന് പണിയെടുത്തിട്ട് നമ്മൾ നന്നാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടന്റ് ഉണ്ടാവും. ഒരു 5 കിൻ്റലൊന്നല്ല ഉണ്ടാവും. നമ്മൾ ചേനേനെക്കാട്ടി മണത്ത് ചെയ്യും ആ ചേമ്പ്. പക്ഷേ അതിനാരും നമ്മളതിന് അത്ര മീറ്റ് കൊടുക്കാന്നുണ്ടാകുന്ന എനിക്ക് ഇക്കൊല്ലം കുറേ കൊല്ലം ഞാൻ അങ്ങനെ കുറച്ച് ദിവസം ഒരു പത്രം നോക്കി നല്ലൊരു പണിയെടുത്തിട്ട് എന്തുണ്ടാവും അതിൻ്റെ വിളവെന്ന് നോക്കണമെന്നുണ്ട്. ഇക്കൊല്ലം എനിക്ക് നോക്കണം. ഞാനിങ്ങനെ ആയിപ്പോയില്ല, ഇല്ലെങ്കിൽ അത് നോക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എല്ലാം ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇത്തിരി ഞാൻ പറഞ്ഞല്ലേ, ഇനി നിങ്ങൾ പിന്നെ ഞാൻ എനിക്ക് അത്രയും പറയാൻ ഞാൻ ഇനി എല്ലാം വരെ കുറച്ച് ദിവസം കൂടി ഇനി ഉണ്ടാവും. കുറച്ച് ദിവസം അത് കഴിഞ്ഞപാട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല വീഡിയോസിൽ എടുക്കാം. അതുകൊണ്ട് വീട്ടിൽ എനിക്ക് എടുക്കാൻ പറ്റും. നടക്കാനായിട്ടില്ല. നടക്കാനായാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടെടുത്തിരുന്നു. ഇനിയിപ്പോൾ നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.